മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച 3 ചിത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഭ്രമരവും തന്മാത്രയും പ്രണയവും. നടൻ എന്ന നിലയിൽ ആ ചിത്രങ്ങളിൽ മോഹൻലാൽ അടയാളപ്പെട്ടിരുന്നു. സംവിധാനം ബ്ലസ്സിയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൻ്റെ ആലോചനകൾ നടക്കുന്നു എന്നാണ് പുതുതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച. സംവിധായകൻ ബ്ലസ്സിയുടെ പുതിയ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കും എന്ന് നിർമ്മാതാവ് PK സജീവ് അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്നത്. അഭിമുഖത്തിൻ്റെ ആധികാരികത വ്യക്തമല്ല. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവുമായിട്ടില്ല. എന്നാൽ വീണ്ടും ബ്ലസ്സിയുടെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനാവുമ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒന്നാകും എന്ന പ്രതീക്ഷയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. നടൻ മോഹൻലാൽ നേരിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. താരഭാരങ്ങൾക്കപ്പുറത്ത് മികച്ച പ്രകടനം നടത്താവുന്ന ചിത്രങ്ങളാകും മോഹൻലാൽ ഇനി സ്വീകരിക്കുക എന്നും പ്രതീക്ഷയുണ്ട്. മലയാളത്തിൻ്റെ മികച്ച ഒട്ടേറെ സംവിധായകരുടെ ചിത്രങ്ങളിൽ മോഹൻലാലിനെ കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്ന മലൈക്കോട്ടെ വാലിബൻ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്നതും അതിനാലാണ്. സംവിധായകൻ ജീത്തു ജോസഫിൻ്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ വൻ വിജയമായി. ആഗോളതലത്തിൽ മോഹൻലാലിൻ്റെ നേരെ 84 കോടി രൂപയിൽ അധികം നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. തുടക്കത്തിൽ ആത്മവിശ്വാസമില്ലാത്ത നായകനെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് എന്നതിനാൽ ആ വൈവിധ്യം പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ നൽകുന്നു. വേറിട്ട കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബ്ലസ്സിയെപ്പോലെ കലാമൂല്യത്തിനും പ്രാധാന്യം നൽകുന്ന സംവിധായകനും സമീപിച്ചാൽ മികച്ച ചിത്രങ്ങൾ മലയാളത്തിന് ലഭിക്കുന്നതാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ.